പഠിക്കല് വന്ന് കുഴഞ്ഞു വീഴുമായിരുന്നു. രാഘവേട്ടൻ ഒരല്പം മദ്യപിച്ചിട്ടുണ്ട്. അല്പമല്ലല്ലോ, അമിതമായി മദ്യപിച്ചിട്ടുണ്ട്. ഇങ്ങനെ മദ്യപിക്കുന്ന ആളല്ലല്ലോ രാഘവൻ സാറ്. പിന്നെ ഇതെന്തു പറ്റി? അത് പിന്നെ രാഘവേട്ടന്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. രാഘവേട്ടൻ കുറച്ച് മാനസിക പ്രശ്നത്തിലൊക്കെ ഇരിക്കായിരുന്നേ. അനിയൻ വന്നപ്പോ അത് മാറ്റി ഉന്മേഷവാനാക്കാനെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതാ. പിന്നെ ഈ പരുവത്തിലാ ഇവിടെ തിരിച്ചെത്തിച്ചത്. മാനസിക ബുദ്ധിമുട്ട് വരുമ്പോ മദ്യം അതിനൊരു പരിഹാരമാണെന്ന് ആരാണാവോ കണ്ടുപിടിച്ചത്? എന്തായാലും ഇത് ഇത്തിരി കൂടിപ്പോയി സത്യമേ. അനിയൻ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടി അല്ല ഇത് ചെയ്തത്. ചേട്ടനെ അപകടപ്പെടുത്താൻ വേണ്ടി തന്നെയാ ഇത് ചെയ്തത്. മദ്യത്തിന്റെ വീര്യം കുറയാതെ മരുന്ന് ചെയ്തിട്ടും കാര്യമില്ല. തൽക്കാലം ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അല്പം കഴിയുമ്പോ തലയിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് തോർത്തി കൊടുത്താൽ മതി. ശരി. കുറച്ച് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയും വേണം. ആളെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര് ഇതിന്റെ ഒപ്പം ഭക്ഷണം വാങ്ങി കൊടുക്കാൻ സാധ്യതയില്ല. ശരീരത്തിലെ മദ്യത്തിന്റെ വീര്യം കുറയ്ക്കാൻ ഇപ്പൊ എടുത്ത ഇഞ്ചക്ഷൻ സഹായിക്കും. പിന്നെ കുറച്ച് മെഡിസിൻ എഴുതിയിട്ടുണ്ട്. അത് ഈ ക്ഷീണം മാറാൻ സഹായിക്കുന്നതാ. ഇനി തന്നേക്ക് സാറേ, മരുന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തോളാം. മരുന്നിന്റെ ഒരു സെഡേഷൻ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. ശരി.